നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ കെല ഹൗസിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിന് പിന്നാലെ തന്നെ ഒരു ധനമന്ത്രി ചട്ടങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹം താമസിക്കുന്ന വസതിയിലെത്തി കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ തന്നെ എന്തോ വലുത് വരാനുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് എന്തൊക്കെയോ നേട്ടങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ള തരത്തിലെല്ലാം തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ മുൻകൈ എടുത്തത് ഗവർണറാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള ഡൽഹി പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള KV തോമസും അദ്ദേഹം കൂടെ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും മറ്റുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ MP-മാരും MLA-മാരൊക്കെ തന്നെ ഈ ഒരു ചർച്ചയെ, അല്ലെങ്കിൽ ഇത് തികച്ചും അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. ഇപ്പോഴിതാ സാമ്പത്തിക വർഷം ഇനി അവസാനിക്കാൻ വെറും 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കവേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത്. ബില്ലുകളടക്കം മാറാൻ വലിയ തോതിലുണ്ട്. ഈ മാസം മാത്രം പാസ്സാക്കേണ്ടത് 25,000 കോടി രൂപയുടെ ബില്ലുകളാണ്. ഇതോടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലുള്ള കേരളത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി നടത്തിയ കൂടിക്കാഴ്ച ആശ്വാസമായി മാറും. കേന്ദ്രം കൂടുതൽ വായ്പയെടുക്കാൻ അനുമതി നൽകിയതോടെ വീണ്ടും കടമെടുപ്പിന് ഒരുങ്ങുകയാണ് സർക്കാർ. കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ 12,000 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറക്കും. കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത്. അതേസമയം ഏതിനത്തിൽ ഉൾപ്പെടുത്തിയാണ് അനുവദിച്ചതെന്ന് വ്യക്തമല്ല. വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.5% വായ്പയെടുക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഈ ഇനത്തിലാണ് 12,000 കോടിയിൽ 5,500 കോടിയുടെ അനുമതിയെന്ന് കരുതുന്നു. വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പയെടുത്തിരുന്നു. കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരുന്ന 605 കോടിക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു. ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% കേരളത്തിന് കടമെടുക്കാനാവുക. ഇത് പ്രകാരം വായ്പ എടുക്കാനാവുന്ന തുക 38,237 കോടിയാണ്. ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് 4,000 കോടി അധിക വായ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു. ഇതും നിലവിലെ 12,000 കോടിയും കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ചത് 54,237 കോടിയുടെ വായ്പാ അനുമതിയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. 26,000 കോടി രൂപയാണ് സാമ്പത്തിക വർഷ അവസാനത്തെ ചെലവുകൾക്കായി വേണ്ടത്. ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ എന്നിവയ്ക്കായുള്ള തുക ഇതിനകം ചിലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അനുവദിച്ച 12,000 കോടി കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചിലവുകൾക്ക് പൂർണ്ണമായും തികയില്ല. സാമൂഹിക പെൻഷൻ 820 കോടിയും കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ 3,000 കോടിയും പ്ലാൻ ഫണ്ടിൽ 7,500 കോടിയും വേണം. ബിവറേജസ് കോർപ്പറേഷൻ, KSFE എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി മാർച്ച് മാസം കടന്നുകൂടാനാണ് സർക്കാർ ശ്രമം. പ്രതിസന്ധി മറികടക്കുന്നതിന് യൂണിവേഴ്സിറ്റികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളിലെ നീക്കിയിരിപ്പ്, പങ്കാളിത്ത പെൻഷൻ ഫണ്ടിൽ നിന്നുള്ള അധിക വായ്പ എന്നിവ ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾ വൻതോതിൽ പദ്ധതികൾ വെട്ടിക്കുറച്ചതാണ് പദ്ധതി ചെലവ് കുത്തനെ ഇടിയാൻ കാരണം. എന്നാൽ സർക്കാരിന്റെ ചിലവിനാകട്ടെ ഒരു കുറവുമില്ല. കഴിഞ്ഞ വർഷം പാസ്സാക്കാൻ കഴിയാത്ത ബില്ലുകൾ ഈ വർഷത്തേക്ക് മാറ്റിയതിനാൽ പദ്ധതി ചെലവ് താഴ്ന്നു നിൽക്കുമ്പോഴും ട്രഷറിയിൽ നിന്നുള്ള പണച്ചിലവ് ഉയർന്നു നിന്നിരുന്നു. 38,886 കോടിയാണ് ഈ വർഷത്തെ പദ്ധതി വിഹിതം. ഇതിൽ 52% തുകയെ ഇതുവരെ ചിലവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. 21,838 കോടിയുടെ സംസ്ഥാന പദ്ധതികളിൽ 54% മാത്രമാണ് പുരോഗതി. തദ്ദേശ പദ്ധതികൾ 45%, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 57% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ട്രഷറി കാലിയായതോടെ റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് കഴിഞ്ഞ ആഴ്ചത്തെ ചിലവുകൾക്ക് പണം കണ്ടെത്തിയത്. ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും
കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷനോടും എണ്ണ കമ്പനികളോടും നികുതി പണം മുൻകൂർ ആവശ്യപ്പെട്ടു. KSFയിൽ നിന്നും പണം വാങ്ങും. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോ സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന മന്ത്രിമാരോ കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളെ അവരുടെ ഓഫീസിലോ ഔദ്യോഗിക വസതിയിലോ പോയാണ് കാണുന്നത്. പാർലമെന്റ് സമയമാണെങ്കിൽ കൂടിക്കാഴ്ചകളിൽ ചിലത് പാർലമെന്റ് ഹൗസിലും നടക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിവെച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കൊച്ചിൻ ഹൗസിലെ വേമ്പനാട്ട് സ്യൂട്ടിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവർക്ക് പുറമെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിലെ അംഗമാണ് നിർമ്മല സീതാരാമൻ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ധനമന്ത്രി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. പല വിഷയങ്ങളിലും കേരള സർക്കാരിന്റെ കടുത്ത വിമർശകയായ നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെത്തി കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികത കാണുന്നവരുണ്ട്. PRD പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൂടിക്കാഴ്ചയെ അനൌദ്യോഗികം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. മുമ്പൊരിക്കൽ ധനമന്ത്രി KN ബാലഗോപാലിനെ സന്ദർശനാനുമതി നിഷേധിച്ച കേന്ദ്രമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. കേരള ഭരണത്തിന്റെ എക്കാലത്തെ വലിയ വിമർശകയാണ് അവർ. കേരളം പണം ദൂർത്തടിക്കുകയാണെന്ന് രാജ്യസഭയിലും ലോക്സഭയിലും ആവർത്തിച്ചിട്ടുള്ള ആളാണ് നിർമ്മല സീതാരാമൻ. ആർക്ക് മുമ്പിലും കീഴടങ്ങാത്ത പ്രകൃതമാണ് ഇവരുടേത്. പിണറായിയെ ചെന്ന് കാണാൻ അവർ തീരുമാനിച്ചെങ്കിൽ അതിനു പിന്നിൽ ബലമുള്ള കൈകളുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നിർമ്മല സീതാരാമനിൽ നിന്ന് മൃദു സമീപനം ഉണ്ടായാൽ സംസ്ഥാനത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ സാമ്പത്തിക വർഷം കടന്നു പോകാനാകും. ഇക്കാര്യം മുഖ്യമന്ത്രി ഗവർണറുമായി സംസാരിച്ചു. ഇനിയും സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച ബാക്കി നിൽക്കെ കടപ്പരിധി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം സുപ്രീം കോടതി നൽകിയ ഹർജിയുടെ മുഖ്യ ശില്പികളിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ ഡൽഹിയിലെ കഴിഞ്ഞ ദിവസത്തെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന വർഷം വിവിധ കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ ശല്യമാണ് സംസ്ഥാന സർക്കാർ നേരിട്ടത്. എന്നാൽ മാറുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്മേൽ കേന്ദ്ര ഏജൻസികളുടെ ശല്യം കുറഞ്ഞേക്കാം എന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് മുഖ്യമന്ത്രി നീങ്ങിയത്. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ നിർമ്മലയുമായുള്ള വർത്തമാനത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തില്ലെന്നാണ് പിണറായി വിശ്വസ്തരോട് പറയുന്നത്. ഇതേ കാര്യം കേന്ദ്ര ധനകാര്യമന്ത്രിയോട് പറഞ്ഞതായാണ് വിവരം. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകണമെന്ന ആഗ്രഹം മാത്രമാണ് BJP നേതാക്കൾക്കുള്ളത്. അതിനുവേണ്ടി കളമൊരുക്കുകയാണ് RSS ചെയ്തത്. കേരളത്തിൽ കോൺഗ്രസ് തകരണമെങ്കിൽ CPM വിചാരിക്കണം. കോൺഗ്രസിന്റെ വോട്ടാണ് BJP പ്രതീക്ഷിക്കുന്നത്. CPMന്റെ വോട്ട് BJPക്ക് ലഭിക്കില്ല. ഇതാണ് കേരള ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മല സീതാരാമനെ പോലെ ഒരു മന്ത്രി പിണറായിയെ കാണാൻ അദ്ദേഹം ഇരിക്കുന്നിടത്ത് വന്നെങ്കിൽ നാളെ ആര് വരും? അങ്ങനെ BJP കേരളത്തിൽ 2 അക്കത്തിലേക്ക് ഉയരാനുള്ള സാധ്യതയും അതുപോലെ പിണറായി അധികാരത്തിൽ തുടരാനുള്ള സാധ്യതയെല്ലാം തന്നെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്.